Good morning and Jai Hind to all. In our last two videos, we discussed properties of definite integral. Mainaയിട്ട് properties based on the fourth property. Today we discuss the third property. I mean integral a to b f of x into dx is equal to integral a to c f of x into dx plus integral c to b f of x into dx. അങ്ങനെ ബേസിലുള്ള പ്രോബ്ലംസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ് 3 or 4 times regularly. Otherwise it's very difficult to memorize this type of questions. So അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇതിലെ പ്രോബ്ലം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ടു വീഡിയോസിൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റർവെൽ ഡിസ്കസ് ചെയ്ത് അതിനെ ബേസിലുള്ള പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. രണ്ട് വീഡിയോസിലും 0 to a f of x into dx is equal to 0 to f of a minus x ബേസിലുള്ള പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ തേർഡ് പ്രോപ്പർട്ടി ബേസിലുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ a to b f of x into dx is equal to property state that a to c f of x into dx plus c to b f of x into dx. where c lying between a and b. എക്കും ബിക്കും ഇടയ്ക്കായിട്ട് സി എന്നൊരു പോയിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻ്റഗ്രലായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. മെയിനായിട്ട് ഇതിനെ മോഡലസ് ബേസിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് 0 to 2 mod x minus 1 into dx. Integral of 0 to 2 mod x minus 1 into dx. Using properties of definite integral, find the value of 0 to 2 mod x minus 1 into dx. അപ്പോൾ ഈ ഇത്ര കേസിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മോഡലസ് ടേമിനെ എക്സ് മൈനസ് 1നെ 0ക്ക് ക്യൂറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വി ഗെറ്റ് ആൻസർ 1. ഈ 1 എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ലോവർ ആൻഡ് അപ്പർ വാല്യൂവിന് ഇടയ്ക്കായിട്ടായിരിക്കും ഈ വരുന്ന 1 വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് 0 to 1 എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് 1 to 2 എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി ഇവിടെയുള്ള ഫംഗ്ഷൻ്റെ സെലക്ഷൻ മോഡ് എക്സ് മൈനസ് 1. നമുക്കറിയാം മോഡലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 2 ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനാണ്. ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ടാകും, അവിടെ ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫംഗ്ഷൻ, ഇവിടെ നമ്മൾ ഈ പാർട്ടിലുള്ള രണ്ട് ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഏത് ഫംഗ്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യും എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആ സൈഡിലായിട്ട് ഈ മോഡലസിനെ മാറ്റി ആ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക, എക്സ് മൈനസ് ഉള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അതിനുശേഷം ഈ 0ക്ക് 1നും ഇടയ്ക്കായിട്ട് നിങ്ങളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ഇഷ്ടമുള്ള പോയിന്റ് കൺസിഡർ ചെയ്യാം. 0ക്ക് 1നും ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. സപ്പോസ് യു ടേക്ക് 0.5. ആ 0.5 ഈ പറഞ്ഞ മോഡലസ് മാറ്റിയുള്ള ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 0.5 - 1 വി ഗെറ്റ് ആൻസർ -0.5 എന്ന് കിട്ടും. വി ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. അങ്ങനെ ഈ ഇൻ്റർവെലിനകത്തുള്ള പോയിന്റുകൾ നമ്മൾ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ, മോഡലസ് മാറ്റിയുള്ള ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് പോസിറ്റീവ് ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് നെഗറ്റീവ് ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് മൈനസ് 1 എന്നുള്ള ഫംഗ്ഷനകത്ത് 0ക്ക് 1നും ഇടയ്ക്കുള്ള പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വി ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. സോ വി കൺസിഡർ നെഗറ്റീവ് ഫംഗ്ഷൻ. നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ -(x-1) ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഫംഗ്ഷൻ. അതിനുശേഷം നമ്മൾ സെക്കൻഡ് പാർട്ട് 1 to 2. 1നും 2നും ഇടയ്ക്ക് അവിടെ ഒരു പോയിന്റ് എടുക്കുക. സപ്പോസ് യു ടേക്ക് 1.5. 1.5 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.5 - 1 വി ഗെറ്റ് 0.5 വിച്ച് ഇസ് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വി കൺസിഡർ പോസിറ്റീവ് ഫംഗ്ഷൻ. പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ അതേപോലെ തന്നെ കൺസിഡർ ചെയ്താൽ നമ്മൾ ഇതിനെ ഫംഗ്ഷൻ കൃത്യമായി സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ടൈം ബൈ ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് യു ടേക്ക് ദ ഇൻ്റഗ്രൽ വാല്യൂ ഓഫ് എക്സ്. നമുക്കറിയാം എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ s² / 2 ലിമിറ്റ് 0 to 1 മൈനസ് 1ൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എക്സ് 0 to 1 ക്ലോസ് ചെയ്യുക. പ്ലസ് സെക്കൻഡ് പാർട്ട് ഇൻ്റഗ്രൽ എടുക്കുക. അഗെയിൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ s² / 2 ലിമിറ്റ് 1 to 2 മൈനസ് 1 ഇൻ്റഗ്രൽ ഈസ് എക്സ് ലിമിറ്റ് 1 to 2. ദാറ്റ് ഈസ് ഈക്വൽ ടു here upper minus lower 1² - 0². f of b minus f of a. അപ്പോൾ 1² - 0². 1² is 1 - 0 by 2 minus upper minus lower that is 1 - 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ഇവിടെ വരുമ്പോഴോ 2² - 1². 2² is 4 - 1. 4 - 1 എന്ന് കിട്ടും. 4 - 1 / 2 മൈനസ് അപ്പോൾ ക്ഷമയോട് ടൈം ബൈ ടൈം ചെയ്യുക. 2 ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത്. ടൈം ബൈ ടൈം ഇൻ്റഗ്രേറ്റ് വാല്യൂ എടുക്കുക.
എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ആറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ 2 minus 1 bracket close. That is minus of, here we get answer 1/2 minus 1 plus 4 minus 1 is 3/2 minus 2 minus 1 is 1. ഈ മൈനസ് അതോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/2 plus 1 plus 3/2, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്രശ്നമില്ല, -1. Here 1 minus 1 cancel, we get answer 3 minus 1, 2 divided by 2, answer is 1. We get answer 1. It's very simple. Okay. Now we'll discuss one more question similar to this type of question. Integral of 0 to 4 mod x minus 2 into dx. ഇവിടെയും ഫസ്റ്റ് നമ്മൾ എക്സ് മൈനസ് ടുവിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിനൊരു വാല്യൂ കിട്ടും 2. ഈ വാല്യൂ അവർ പറയുന്ന ഇൻ്റർവെല്ലിന് ഇടയ്ക്കായിട്ടായിരിക്കും വരിക. 2 ലൈൻ ബിറ്റ്വീൻ 0 and 4. സോ ഇതിലുള്ള നമുക്ക് രണ്ട് ഇൻ്റർവെൽ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം യൂസിങ് പ്രോപ്പർട്ടി 3. 0 to 2 f of x into dx പ്ലസ് സെക്കൻഡ് ഈസ് 2 to 4 f of x into dx. 0ക്കും 2ക്കും ഇടയ്ക്ക് നമ്മൾ ഏത് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും? അത് ചെക്ക് ചെയ്യാനായിട്ട് മോഡലസ് മാറ്റി നമ്മൾ ഫംഗ്ഷൻ സെലക്ട് ചെയ്യുക എക്സ് മൈനസ് 2. ഈ എക്സ് മൈനസ് 2ൽ 0ക്കും 2ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സപ്പോസ് 1 minus 2 വി ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ഫംഗ്ഷൻ എടുക്കുക. ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് മൈനസ് 2 ഇൻറ്റു ഡി എക്സ്. 2നും 4നും ഇടയ്ക്കായിട്ട് നമുക്കൊരു പോയിന്റ് എടുക്കാം. സപ്പോസ് ഇതിലേക്ക് 3 minus 2 വി ഗെറ്റ് എ പോസിറ്റീവ് വാല്യൂ. സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫംഗ്ഷൻ എടുക്കുന്നു എക്സ് മൈനസ് 2 ഇൻറ്റു ഡി എക്സ്. ഇനി നമുക്ക് ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഒരു ഹോൾ ബ്രാക്കറ്റ് എക്സിൻ്റെ ഇൻ്റർവെൽ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ലിമിറ്റ് 0 to 2 മൈനസ് 2 ഇൻ്റർവെൽ 2x ലിമിറ്റ് 0 to 2 ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് സെക്കൻഡ് ബ്രാക്കറ്റ് again x integral is s square divided by 2 limit 2 to 4 minus 2 integral is 2x limit 2 to 4 bracket close is equal to minus of, here upper minus lower, 2 square minus 0 square, that is 4 minus 0 by 2 minus 2 into upper minus lower 2 minus 0. Integration കഴിഞ്ഞു. അപ്പോൾ f of b minus f of a കണ്ടുപിടിക്കുക പ്ലസ് here also upper minus lower, 4 square minus 2 square, 4 square is 16 minus 2 square is 4 divided by 2 minus 2 into f of b minus f of a, that is 4 minus 2. സ്റ്റെപ്പ് എഴുതി പോവുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 4 minus 0 is 4 by 2, ആൻസർ is 2 minus 2 minus 0 is 2, 2 into 2 ആൻസർ is 4 plus here 16 minus 4 is 12 by 2 is 6 minus 4 minus 2 2 into 2 answer is 4. That is equal to 2 minus 4 is minus 2 into minus, that is plus 2. 6 minus 4 is answer is 2 is equal to, we get answer 4. Therefore the integral value of 0 to 4 mod x minus 2 into dx answer is 4. Now we will discuss some more questions similar to this type of problem. Integral of minus 4 to 4 mod x plus 2 into dx. Integral of minus 4 to plus 4 mod x plus 2 into dx. First we put x plus 2 is equal to 0 and therefore x is equal to minus 2. Minus 2 is lying between minus 4 and minus 2 plus 4. Minus 4 നും പ്ലസ് 4 നും ഇടയ്ക്കാണ് മൈനസ് 2 വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ ഇൻ്റർവെൽ നമുക്ക് 2 ടൈം ഇൻ്റർവെല്ലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫസ്റ്റ് ഈസ് minus 4 to minus 2 and second integral is minus 2 to plus 4. ഇവിടെ നമ്മൾ എക്സ് പ്ലസ് 2 എന്നുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. മൈനസ് 4നും മൈനസ് 2നും ഇടയ്ക്കായിട്ട് നമുക്കൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. മൈനസ് 4നും മൈനസ് 2നും ഇടയ്ക്കുള്ള പോയിന്റ് -3 എടുക്കാം. -3 plus 2 വി ഗെറ്റ് ആൻസർ നെഗറ്റീവ് വാല്യൂ. സോ ഇവിടെ നമ്മൾ മോഡലസിൻ്റെ നെഗറ്റീവ് പാർട്ട് എടുക്കുക. മൈനസ് ഓഫ് എക്സ് പ്ലസ് 2 എടുത്തു ഇൻറ്റു ഡി എക്സ്. മൈനസ് 2നും 4നും ഇടയ്ക്ക് ഒരു പോസിറ്റീവ് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. സപ്പോസ് 0 എടുക്കാം. 0 plus 2 പോസിറ്റീവ് വാല്യൂ. സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫംഗ്ഷൻ എടുക്കുക എക്സ് പ്ലസ് 2 ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇവിടെ നമ്മൾ എക്സിൻ്റെ ഇൻ്റർവെൽ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2. എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ലിമിറ്റ് -4 to -2 പ്ലസ് 2ൻ്റെ ഇൻ്റർവെൽ 2x ലിമിറ്റ് -4 to -2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക പ്ലസ് സെക്കൻഡ് വരുമ്പോൾ എക്സിൻ്റെ ഇൻ്റർവെൽ അഗൈൻ എസ് സ്ക്വയർ ബൈ 2 ലിമിറ്റ്
minus 2 to plus 4. Again 2 into interval x minus 2 to 4. Okay. And ഈ പോർഷൻ കൂടി ആവർത്തിച്ചെഴുതാം. is equal to minus of s square by 2 minus of s square divided by 2 s square by 2 limit minus 4 to minus 2 plus 2 into x minus 4 to minus 2 close here plus second part s square by 2 limit minus 2 to 4 plus 2 into x minus 2 to 4. Then നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് അപ്പർ മൈനസ് ലോവർ മൈനസ് 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 4ൻ്റെ സ്ക്വയർ 16 ആണ്. സ്ക്വയർ ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ആവും ഡിവൈഡ് ബൈ 2. ഇവിടെ 2 ഇൻറ്റു അപ്പർ മൈനസ് ലോവർ ദാറ്റ് ഈസ് മൈനസ് 2 അപ്പർ മൈനസ് ലോവർ ഈസ് മൈനസ് 4 ആണ്. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് 4 ആവും. ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് here also upper minus lower 4 into square 16 minus 2 into square plus 4 ആകും divided by 2. Again upper minus lower 4 minus 2 അപ്പോൾ എന്തായി മാറും പ്ലസ് 2 ആവും. ബ്രാക്കറ്റ് ക്ലോസ് equal to minus of 4 minus 16 is minus 12 by 2 is minus 6 ആവും. minus 2 plus 4 is 2 2 into 2 ആൻസർ is 4 ആകും. ബ്രാക്കറ്റ് ക്ലോസ് പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കമ്പൽസറി. 16 minus 4 is 12 by 2 6 ആവും. 4 plus 2 is 6 into 2 answer is 12 is equal to minus 6 plus 4 is minus 2 into minus plus 2 ആവും. 6 plus 12 is 18 is equal to answer is 20. Answer is 20. It's very simple question. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് കുറച്ച് ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് ഇപ്പോൾ 0 to ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്യാൻ വേണമെങ്കിൽ 0 to 2 mod x into dx 0 to 2 mod x into dx. അപ്പോൾ നമുക്ക് എക്സിനെ 0 കൊടുത്തു, എക്സ് 0 കൊടുത്തു. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൽ രണ്ട് 0 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 0ക്ക് ഗ്രേറ്റർ ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ 0 to 2 പോസിറ്റീവ് പാർട്ട് മാത്രം എടുത്ത് പോയാൽ മതി. പ്ലസ് എക്സ് കാരണം വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ 0 എന്ന് പറയുന്ന ലൈൻ്റെ നമുക്ക് മോഡ്ലെസ് പാർട്ട് എന്ന് പറയുമ്പോൾ അറിയാം -∞ ടു +∞ ആണ്. ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ മോഡ്ലെസ് പാർട്ട് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ പാർട്ട് ആണ് നമുക്ക് കൺസിഡർ ചെയ്യുക. പോസിറ്റീവ് പാർട്ട് മാത്രം എടുത്താൽ മതി. അവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. 0ക്ക് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് പാർട്ട്. പക്ഷേ നമ്മൾ 2 എന്ന് പറയുന്നത് 0 കഴിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനിടയ്ക്കുള്ള വാല്യൂസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് മോഡ്ലെസിൻ്റെ പോസിറ്റീവ് പാർട്ട് മാത്രം എടുത്താൽ മതി. You know the integral value of x already s square divided by 2 ആണ്. ലിമിറ്റ് 0 to 2 ആവും. is equal to 2 square 4 minus 0 by 2 ആവും. is equal ആൻസർ എന്ത് കിട്ടും 2 എന്ന് കിട്ടിപ്പോവും. ഇത് വളരെ സിമ്പിളാണ്. പെട്ടെന്ന് ആൻസർ കിട്ടിപ്പോവും. ഓക്കെ, കാരണം മോഡ്ലെസ് മാത്രമാണെങ്കിൽ വളരെ ഈസിയാണ്. ജസ്റ്റ് മോഡസ് മാത്രമാണെങ്കിൽ അപ്പോൾ മോഡ് എക്സ് മൈനസും മോഡ് എക്സ് മൈനസ് 2 ആക്കുകയാണെങ്കിൽ നമ്മൾ ലൈനിൻ്റെ ഫോം ചെയ്ത് അതിൻ്റെ പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും സെലക്ട് ചെയ്ത് എടുക്കുക. അതിന് ഇൻ്റർവൽ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആയിട്ട് ഇതിനെ കവർ ചെയ്തെടുക്കാൻ പറ്റും. 0 to 3 mod x minus 1 into dx. Second question -2 to +2 mod x minus 1 into dx. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ബേസിലുള്ള കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.